മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനും ദീർഘകാലം UDF കൺവീനറുമായിരുന്ന PP തങ്കച്ചൻ അന്തരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. ദീർഘനാളുകൾ കേരളത്തിലെ കോൺഗ്രസിന് വിവിധ തലങ്ങളിൽ നേതൃത്വം നൽകിയിരുന്ന ഒരു നേതാവായിരുന്നു. പലതവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ കാർഷിക വകുപ്പ് മന്ത്രിയായി 1995 മുതൽ 96 വരെ പ്രവർത്തിച്ചു. KPCCയുടെ അധ്യക്ഷനായി കുറച്ച് നാളുകൾ അദ്ദേഹം പ്രവർത്തിച്ചു. ദീർഘകാലം അദ്ദേഹം UDFന്റെ കൺവീനറായും പ്രവർത്തിച്ചിരുന്ന വലിയ നേതാവാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. മധ്യ കേരളത്തിൽ നിന്നുള്ള PR പ്രവീണയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. പ്രവീണ, എവിടെ വെച്ച് എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം? അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. വളരെ നാളായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. 4:30-ക്കാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. കൊച്ചിയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ദീർഘകാലം കോൺഗ്രസിനെ UDFനെ നയിച്ച ഒരാളാണ് കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന് 86 വയസ്സായിരുന്നു. മുൻ KPCC അധ്യക്ഷനായിരുന്നു. ദീർഘകാലം UDF കൺവീനർ ആയിരുന്നു. അതുപോലെ തന്നെ മുൻ നിയമസഭാ സ്പീക്കർ ആയിരുന്നു. സംസ്ഥാന കൃഷിമന്ത്രിയായിരുന്നു. അദ്ദേഹം 1968-ൽ പെരുമ്പാവൂർ നഗരസഭ ചെയർമാനായാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. അക്കാലത്ത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻമാരിൽ ഒരാളായിരുന്നു. പിന്നീട് എറണാകുളം DCC അധ്യക്ഷനാകുന്നു. 1982-ലാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്നാണ് മത്സരിക്കുന്നത്. തുടർന്ന് 87, 91, 96 വർഷങ്ങളിലും പെരുമ്പാവൂരിൽ നിന്ന് തുടർ വിജയം കരസ്ഥമാക്കിയ ആളാണ്. 2001-ൽ CPM-ലെ സാജു പോളിനോട് പെരുമ്പാവൂരിലും 2006-ൽ MM മോനായോട് കുന്നത്തുനാട്ടിലും പരാജയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ പിന്മാറുകയായിരുന്നു. പിന്നീട് പാർട്ടിയുടെ പല പദവികളും വഹിച്ചു തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പിടികൂടുകയും ദീർഘകാലമായി വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്തത്. ഇതിനിടെയാണ് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇന്ന് 4:00-ഓടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തത്.